ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, സോ നമുക്ക് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്താ നോക്കാം. Branching can be conditional or unconditional. Branching becomes necessary when looping back or forward is done infinitely. ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ എ പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഓഫ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഫോർവേഡും ഉണ്ട് ബാക്ക്വേർഡും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ജമ്പ്, JMP. നമ്മളതിൻ്റെ സിൻടാക്സ് വരുന്നത് JMP, പിന്നെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ. സോ ഡെസ്റ്റിനേഷനിൽ എപ്പോഴും ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ എ ജമ്പ് ഇൻസ്ട്രക്ഷൻ breaks a normal sequence of program execution and takes control of a different location in the code segment. അതായത് നമ്മൾ ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്താൽ എന്താ, നോർമൽ ഉള്ള പ്രോഗ്രാം ഒരു സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സീക്വൻസ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ എന്താണ് അവിടെ ബ്രേക്ക് ചെയ്യാണ്. എന്നിട്ട് എന്താ, ആ പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും ഒരു ഭാഗത്തുള്ള പോർഷൻ അല്ലെങ്കിൽ ലൊക്കേഷനിലുള്ള ഡാറ്റ ആയിരിക്കും പിന്നെ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ജമ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. സോ ജമ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ജമ്പിൻ്റെ ലൊക്കേഷൻ എന്താ, കോഡ് സെഗ്മെൻറ്റിലായിരിക്കും. ഓക്കെ, അതായത് ദ ജമ്പ് ലൊക്കേഷൻ മേ ബി ഇൻ സെയിം കോഡ് സെഗ്മെൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് എന്നാട്ടോ, സോറി ഇവിടെ കോൾസ് എന്നാണ്. ഇത് കോൾഡ് ആസ് എന്താ, നിയർ ജമ്പ് എന്ന് പറയും. ദെൻ ഫോർ ദി നിയർ ജമ്പ് ദ കോഡ് സെഗ്മെൻറ്റ് വാല്യൂ റിമെയിൻ സെയിം. ഈ നിയർ ജമ്പിന് എന്താ പ്രത്യേകത, അതിൻ്റെ വാല്യൂ കോഡ് സെഗ്മെൻറ്റിലെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോഡ് സെഗ്മെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ബട്ട് ദ വാല്യൂ ഓഫ് IP, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ഇൻട്രാ സെഗ്മെൻറ്റ് എന്ന് കൂടെ ഇതിനെ പറയുന്നുണ്ട്. എ ജമ്പ് ലൊക്കേഷൻ മേ ബി ഡിഫറെൻറ്റ് കോഡ് സെഗ്മെൻറ്റ്. ചിലപ്പോൾ ജമ്പ് ലൊക്കേഷൻ എന്താ കോഡ് സെഗ്മെൻറ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വരാം. സോ ദിസ് ഈസ് കോൾഡ് ഫാർ ജമ്പ്. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഫാർ ജമ്പ്. ഓക്കെ, കോഡ് സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ കോഡ് സെഗ്മെൻറ്റിൻ്റെ ഉള്ളത്തെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നിയർ ജമ്പും, അല്ലാന്നുണ്ടെങ്കിൽ ഫാർ ജമ്പും ആണ് നമ്മൾ പറയുന്നത്. ഇൻ ദിസ് കേസ് ബോത്ത് CS ആൻഡ് IP, അതായത് കോഡ് സെഗ്മെൻറ്റും ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലെ വാല്യൂ എന്തായിരിക്കും, ന്യൂ വാല്യൂസ് ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഇൻ്റർ സെഗ്മെൻറ്റ്. ഇതിനെ ഇൻ്റർ സെഗ്മെൻറ്റ് എന്ന് കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിളാണ് മൂവ് AX, 10, മൂവ് AX, BX. ഇവിടെ കണ്ടോ ജമ്പ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ജമ്പ് ABC, ജസ്റ്റ് ഇപ്പോൾ ഒരു വാല്യൂ ഒരു ABC എന്ന് പറഞ്ഞ് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ABC ഇത് എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യുന്നത്, ഒരു മൊത്തമായിട്ടൊരു പ്രോഗ്രാമാണ്. 10 എന്നുള്ള വാല്യൂ AXലേക്ക് മൂവ് ചെയ്തു, പിന്നെന്താ BX വാല്യൂ AXലേക്ക് മൂവ് ചെയ്തു. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ജമ്പ് ABC എന്ന് പറഞ്ഞിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഈ പ്രോഗ്രാം ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ABC എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോയിട്ട് അതിൻ്റെ അണ്ടറിൽ എന്താണോ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത് ചെയ്യും. ദെൻ ജമ്പ് ക്യാൻ ബി ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ഇൻ ദ പ്രോഗ്രാം സീക്വൻസ്. ചിലപ്പോൾ ജമ്പ് ഫോർവേഡ് ആയിരിക്കാം, ചിലപ്പോൾ ബാക്ക്വേർഡ് ആയിരിക്കാം. ചിലപ്പോൾ ഈ ABC ഈ ജമ്പിൻ്റെ ശേഷമായിരിക്കണമെന്നില്ല, ഇവിടെ ബാക്കിൽ എവിടെയെങ്കിലും വരാം. അതാണ് ഫോർവേഡും ബാക്ക്വേർഡും എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു കണ്ടീഷണൽ ഉണ്ട്, അൺകണ്ടീഷണൽ ഉണ്ട്. സോ അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷനാണ് JMP. ഇതെന്താ, ഇൻഡയറക്റ്റ് ജമ്പാണ്. അതുപോലെ തന്നെ 16-bit രജിസ്റ്റർ കണ്ടെയ്ൻസ് ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. അതായത് നമ്മൾ 16-bit രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിലെന്താ, ഏതാണോ ഡെസ്റ്റിനേഷൻ ഉള്ളത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ജമ്പ് എവിടേക്കാണോ പോകേണ്ടത് ആ ഒരു അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. JMP BX എന്താ, ഇത് ജംപ്സ് ടു ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇൻ ദ BX രജിസ്റ്റർ. അതായത്
BX രജിസ്റ്ററിൽ എന്താണോ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉള്ളത് അവിടേക്കാണ് എന്ത് ചെയ്യുക, കൺട്രോൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മേക്സ് IP ഈക്വൽ ടു BX, IP ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. അതായത് കറൻ്റ്ലി എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. അപ്പോൾ എന്താണ് BX എന്താണോ രജിസ്റ്ററിലുള്ള വാല്യൂ അതും IP-യിലുള്ളത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അടുത്ത ഇൻസ്ട്രക്ഷനാണ് JMP SI. SI മീൻസ് എന്താ, സോഴ്സ് ഇൻഡെക്സ്. സോ ഇറ്റ് ജംപ്സ് ടു ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇൻ SI രജിസ്റ്റർ. അതായത് SI രജിസ്റ്ററിൽ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. സോ ഇറ്റ് മേക്സ് IP ഈക്വൽ ടു SI. IP-യിൽ എന്തായിരിക്കും, SI-യിലുള്ള വാല്യൂ IP-യിലുള്ള വാല്യൂ സെയിം ആയിരിക്കും. ക്ലിയർ? സോ നെക്സ്റ്റ് ഇനി കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് വൺ JA, ജമ്പ് ഇഫ് എബവ് എന്നാണ് പറയുന്നത്. അതിലെന്താ CF, അതായത് ഓരോ ഫ്ലാഗുകൾ നമ്മൾ ഈ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്ന സമയത്ത് മാറ്റം വരുന്നുണ്ട് ആ ഫ്ലാഗ് രജിസ്റ്റേഴ്സിൽ. സോ CF 0 ആയിരിക്കും, ZF എന്താ, സീറോ ഫ്ലാഗ് എന്ത് വരും, 0 ആയിരിക്കും. ദെൻ JAE, ജമ്പ് ഇഫ് എബവ് ഓർ ഈക്വൽ. അതായത് അവിടെ CF ഫ്ലാഗ് എന്ത് വരും, 0 ആയിരിക്കും വാല്യൂ. JB, ജമ്പ് ഇഫ് ബിലോ CF 1 ആയിരിക്കും. അതുപോലെ തന്നെ JBE, ജമ്പ് ഇഫ് ബിലോ ഓർ ഈക്വൽ. അപ്പോൾ CF ഫ്ലാഗും അതുപോലെ തന്നെ ZF ഫ്ലാഗും 1 ആയിരിക്കും ആ സമയത്ത്. ദെൻ JC, ജമ്പ് ഇഫ് ക്യാരി. ആ സമയത്ത് CF ഫ്ലാഗ് 1 ആയിരിക്കും. പിന്നെ JC XZ, ജമ്പ് ഇഫ് CX ഈക്വൽ ടു 0. നമുക്കറിയാം AX BX CX ഒക്കെ കേട്ടിട്ടില്ലേ. സോ ആ സമയത്ത് CX ഈക്വൽ ടു 0 ആയിരിക്കും. JE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ഇഫ് ഈക്വൽ. ആ സമയത്ത് ZF 1 ആയിരിക്കും. ദെൻ JNA, ജമ്പ് ഇഫ് നോട്ട് എബവ്. ആ സമയത്ത് CFും ZFും 1 ആയിരിക്കും വാല്യൂ. ദെൻ JNAE, ജമ്പ് ഇഫ് നോട്ട് എബവ് ഓർ ഈക്വൽ. അപ്പോൾ CF ഫ്ലാഗ് എന്ത് വരും, 1 ആയിരിക്കും സെറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തത് എന്താ, JNB, ജമ്പ് ഇഫ് നോട്ട് ബിലോ. അപ്പോൾ CF ഫ്ലാഗ് 0 ആയിരിക്കും. JNBE, ജമ്പ് ഇഫ് നോട്ട് ബിലോ ഓർ ഈക്വൽ. അപ്പോൾ CFും ZFും 0 ആയിരിക്കും. ദെൻ JNC, ജമ്പ് ഇഫ് നോ ക്യാരി. അപ്പോൾ CF ഫ്ലാഗ് 0 ആയിരിക്കും. ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ JNE, CF ഫ്ലാഗ് 0. JNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ഇഫ് നോട്ട് പാരിറ്റി. സോ PF ഫ്ലാഗ് 0 ആയിരിക്കും, പാരിറ്റി ഫ്ലാഗ്. ദെൻ JNZ, ജമ്പ് ഇഫ് നോട്ട് 0. സീറോ ഫ്ലാഗ് 0 ആയിരിക്കും. JP, ജമ്പ് ഇഫ് പാരിറ്റി. സോ PF എന്ത് വരും, 1 ആയിരിക്കും. ദെൻ JPE, ജമ്പ് ഇഫ് പാരിറ്റി ഈവൻ. നമുക്ക് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി ഒക്കെ അറിയാം. സോ PF ഫ്ലാഗ് എന്ത് വരും, ഈവൻ ആണെന്നുണ്ടെങ്കിൽ 1 വരും. JPO, ജമ്പ് ഇഫ് പാരിറ്റി ഓഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ, PF 0 വരും. ലാസ്റ്റ് വൺ JZ, ജമ്പ് ഇഫ് 0. ദെൻ 0 ഫ്ലാഗ് എന്ത് വരും, 1 വരും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.